ഈ 3 ദിവസത്തെ മർദ്ദനമൊന്നും അവന് നേരിട്ടിട്ടില്ല. മർദ്ദനം നേരിട്ടെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഈ 3 ദിവസം പട്ടിണിക്കിട്ടു അല്ലെങ്കിൽ ഇത്ര ക്രൂരമായി മർദ്ദിച്ച് 3 ദിവസം അടുപ്പിച്ച് അതൊന്നും നടന്നിട്ടില്ല. സത്യം എന്താ ഇങ്ങനെ കള്ളങ്ങൾ കുട്ടി മുളയ്ക്കണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ കള്ളങ്ങളല്ല, അത് 98 വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തിട്ട് കോളേജിലെ മർദ്ദിച്ചില്ല എന്ന് പറയുന്നില്ല. അവരുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളാണ്. മർദ്ദിച്ചില്ല എന്ന് പറയുന്നില്ല, മർദ്ദിച്ചിട്ടുണ്ട്. പക്ഷേ അവന് ഇവിടുത്തെ ഹോസ്റ്റൽ സെക്രട്ടറി, ഞങ്ങൾ ഇവിടുത്തെ മെസ്സിലെ കുക്കും ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പക്ഷെ അവൻ കഴിച്ചിട്ടില്ല. അല്ലാണ്ട് നമ്മ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് അവൻ ഞങ്ങളുടെ അനിയൻ തന്നെയാണ്, എൻ്റെ ജൂനിയർ ബാച്ചാണ്. പക്ഷേ അവൻ അങ്ങനെ ഒരു കടുങ്ങ ചെയ്തു പോയി. ഒരു 19 പേർക്കെതിരെ ഇപ്പോൾ നിലവിൽ കോളേജ് തന്നെ നടപടി എടുത്തിട്ടുണ്ട്. പോലീസ് 18 പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൽ ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നവരൊക്കെ നേരിട്ട് മർദ്ദനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നുണ്ടോ? ഏർപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കില്ല അവരെ ഒളിയിൽ പോയതും എല്ലാം കാര്യങ്ങളും ഉണ്ടായത്. നിങ്ങളാരെങ്കിലും ഈ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇയർ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് സ്പോർട്സ് ആയിരുന്നു, നല്ല ക്ഷീണത്തിൽ നേരത്തെ കേടുന്നു. പിന്നെ ഒച്ചയും ബഹളം കേൾക്കണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ MS എപ്പോഴും ബഹളം കാര്യങ്ങളൊക്കെ തന്നെ. എല്ലാവരും ഉറങ്ങുമ്പോഴും ലേറ്റ് ആവും, നല്ല പാട്ടും ബഹളം ഒക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാനും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനും കൂടെ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സീനിയർ ജൂനിയർ തമ്മിൽ ഇങ്ങനെ റാങ്കിങ്ങിന്റെ പ്രശ്നം ഇതായിട്ട് ഉണ്ടായിട്ടില്ല. എന്നെ ചേട്ടാന്ന് എന്നെ പേടിച്ചെന്നല്ല നിൽക്കുന്നത്. ഞങ്ങളെ പേരെ വിളിക്കും ഇവിടെ സീനിയേഴ്സ്, ചേട്ടാന്ന് വിളിക്കുന്ന ഒരു ആവശ്യം. ഭയങ്കര കമ്പനിയാണ്. അങ്ങനെയെങ്കിലും നിലവിൽ കോളേജ് റാങ്കിങ് അല്ല, റാങ്കിങ് ഇഷ്യൂ അല്ല, ഇപ്പോൾ ഈ ആന്റി റാങ്കിങ് സ്ക്വാഡ് പറയുന്നത് 98 വിദ്യാർത്ഥികൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാ. അപ്പൊ ഈ 98 പേരും ഈ കള്ളം പറഞ്ഞു എന്നാണോ നമ്മൾ പറഞ്ഞിട്ടില്ല? അല്ല, റാങ്കിങ് എന്നല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കോളേജിൽ നാലാം വർഷ വിദ്യാർത്ഥി. ഞാൻ എന്റെ കഴിയാറ് എനിക്ക് 4 മാസം കൂടെ ഉള്ള എന്റെ അറിവിൽ ഞാൻ വരുന്നതിന് മുമ്പും ഞാൻ വരുന്നതിന് ശേഷവും എന്റെ അറിവിൽ ഇതേപോലത്തെ ഒരു ഇൻസിഡന്റ് ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്നും ഉണ്ടാകും. അപ്പൊ ഈ പ്രതികൾക്കെതിരെ കൃത്യമായ നടപടി വേണം, നടപടി എടുക്കണം. SFI നിങ്ങൾ അതിൽ പറയുന്നത്. സെക്രട്ടറി ഉണ്ട്, കോളേജ് യൂണിയൻ പ്രസിഡന്റ് ഉണ്ട്. ഈ അത് ചോദിക്കാൻ വരികയാണ്. സിദ്ധാർത്ഥിനെതിരെ ഉയർന്ന ഒരു ആരോപണം അല്ലെങ്കിൽ വന്നൊരു പരാതിയാണ്. അപ്പോൾ ആ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്രത്യേകിച്ച് 12-ാം തീയതി 14-ാം തീയതി നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, അത്തരത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അതിനകത്ത്? ആ ഒരു പരാതിയിൽ അവന്റെ ബാച്ച്മേറ്റ്സ് തന്നെ അത് പറഞ്ഞു. അവന്റെ ബാച്ച്മേറ്റ്സ് ആണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പേരിലാണ് അതൊരു എന്താ പറയുക, സിദ്ധാർത്ഥം മരിച്ച് 18-ാം തീയതി അതില് റിപ്പോർട്ടർ TV തന്നെ ഡോക്ടർ അരുൺ പറഞ്ഞിട്ടുണ്ട്. 14-ാം തീയതിയാണ് ആ പെൺകുട്ടി അവളുടെ ബാച്ച്മേറ്റ്സിനോടും ബാക്കിയുള്ള അവർക്ക് അറിയാവുന്ന സീനിയേഴ്സിനോടും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു പീഡനത്തിന് ഇരയായിട്ടുണ്ട്, മോശമായ പെരുമാറ്റത്തിന് ഇങ്ങനെ ആയിട്ടുണ്ട്. ആ 14-ാം തീയതി കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പെൺകുട്ടി വീട്ടിൽ പോയിട്ടുണ്ട്. അവൾ പിന്നെ തിരിച്ചെത്തിയത് ഇവന്റെ മരണത്തിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു കുട്ടീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതിയെടുക്കാമെന്ന് എനിക്കറിയത്തില്ല. അല്ലാണ്ട് അവൾ വന്ന ഉടനെ തന്നെ അവളുടെ അത് ഇവിടുത്തെ വുമൻസ് സെൽ, ഇവിടുത്തെ യൂണിയന്റെ വുമൻസ് സെല്ലിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ സിദ്ധാർത്ഥ ഇത്രയധികം മർദ്ദനത്തിന് ഇരയാൻ കാരണം ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സീരിയസ് നടപടിയെടുത്തെന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തതായിരിക്കും. സീനിയേഴ്സ് നടപടിയെടുത്തത് സീനിയർ എന്ന രീതിയിൽ എല്ലാവരും കണ്ടിരുന്നതല്ല. ഇപ്പം നല്ല കമ്പനിയിലും നമ്മളിപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഒരു അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് അറിഞ്ഞപ്പോൾ, പക്ഷേ ആ ഒരു സാഹചര്യത്തിലും എങ്ങനെയാണ് ഏതാണ്ട് 2 ദിവസത്തോളം അത് ഇവർ ചെയ്തത് ന്യായീകരിക്കുന്നില്ല, ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ 24 ന്യൂസിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ഒരു സീനിയർ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചത് ഞങ്ങൾ ഇവിടുത്തെ SFI-ക്കാരിൽ കൊലപ്പെടുത്തിയെന്ന്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ റിപ്പോർട്ട് അല്ലല്ല, നിങ്ങൾ പറയുന്നത്. അപ്പം നിങ്ങൾ മാധ്യമക്കാർ എന്നെ അടിച്ചിറക്കുവാണ്. ഇവിടെ ഇതേപോലെ രാഷ്ട്രീയ കൊലപാതകവും ഇങ്ങനെ ആക്രമണവും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. നിങ്ങൾ അടിച്ചിറക്കുന്നത് മാത്രമല്ല, ഇവിടെ ഉണ്ടായിട്ടില്ല. ഏത് വിദ്യാർത്ഥി അങ്ങനത്തെ കാര്യം പറയാൻ പറ്റില്ല. അവരോട് ചോദ്യം 98 പേരുടെ മൊഴി എന്ന് പറയുന്ന ആ അന്വേഷണ റിപ്പോർട്ട് അത് മർദ്ദനം കൊണ്ടൊന്നും ഞങ്ങൾ പറയുന്നില്ല. മർദ്ദിച്ചവരെ ശിക്ഷിക്കപ്പെടണം. അത് തന്നെ ഞങ്ങൾ ഇപ്പോൾ നടന്നിരിക്കുന്നു.
മർദ്ദനം നടന്നിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ ആരെയും വിശ്വസിച്ചോ? അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മർദ്ദനം നടക്കുന്നത്? ഇല്ല. നിങ്ങൾ ആരും കണ്ടില്ല? നിങ്ങളാരും ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു? ഞങ്ങളെ